5 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കടന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ യാത്ര നടത്തിയത്. എറണാകുളത്ത് നിന്ന് ഈരാറ്റുപേട്ട വരെ പോയി. 75 കിലോമീറ്ററേ ഉള്ളെങ്കിലും 5 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കടന്നു. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ IB ഈഡൻ്റെ ചിരിക്കുന്ന പടമാണ് കൂടുതലും കണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുത്തംകുരിശൊക്കെ എത്തിയപ്പോഴത്തേക്കും ചാലക്കുടി മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികളുടെ പടങ്ങളുണ്ട്. രവീന്ദ്രനാഥിൻ്റെയും അതുപോലെ UDF സ്ഥാനാർത്ഥിയുടെയും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടുക്കി മണ്ഡലത്തിൻ്റെ കുറച്ച് ഏരിയയിൽ വന്നു. ഇടുക്കി മണ്ഡലത്തിലെ ഡി കുര്യാക്കോസിൻ്റെയും അതുപോലെ LDFൻ്റെ സ്ഥാനാർത്ഥിയുടെയും പടം കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കോട്ടയം മണ്ഡലം എത്തി. കോട്ടയം മണ്ഡലത്തിൽ UDFൻ്റെ ഫ്രാൻസിസ് ജോർജിൻ്റെയും അതുപോലെ ചാഴികാടൻ്റെ LDFൻ്റെ ചാഴികാടൻ്റെയും പടങ്ങൾ. അങ്ങനെ ഈരാറ്റുപേട്ട എത്തിയപ്പോഴത്തേക്കാണ് വീണ്ടും 2 പടങ്ങൾ. നമ്മുടെ പഴയ കേരളത്തിൻ്റെ മന്ത്രി, ഫിനാൻസ് മന്ത്രി, നമ്മുടെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തോമസ് ഐസക്കിൻ്റെ പടവും അതുപോലെ NDAയുടെ അനിൽ ആൻ്റണിയുടെ പടവും. ഈ 5 മണ്ഡലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവിടെ ഈരാറ്റുപേട്ട എത്തിയപ്പോഴത്തേക്കും ചില കൗതുകകരമായ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ഒന്ന്, എറണാകുളത്ത് UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ MP ആയിരുന്നു. പിതാവിന് ശേഷം മകൻ സ്ഥാനാർത്ഥിയായി. അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ആണ് എറണാകുളത്ത് UDFൻ്റെ കാണുന്നത്. അതായത് അച്ഛൻ MP ആയിരുന്നു, അച്ഛൻ്റെ കാലശേഷം മകൻ സ്ഥാനാർത്ഥിയായിട്ട് MP ആയിരുന്നു. ആ ഒരു കാര്യം. അതുപോലെ കോട്ടയം മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിരുന്നു നേരത്തെ സ്ഥാനാർത്ഥി. ബ്രദർ പ്രചരണത്തിനിടെ മരിച്ചപ്പോൾ ചേട്ടൻ സ്ഥാനാർത്ഥിയായി. അതുപോലെ LDF പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാനും, അപ്പൻ നേരത്തെ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പൻ്റെ ശേഷം മകൻ ചെയർമാനായി. അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ള സ്ഥാനാർത്ഥിയാണ് LDFൻ്റെ കോട്ടയത്ത്. എറണാകുളത്ത് UDFൻ്റെ. അതുപോലെ പത്തനംതിട്ട, ഈരാറ്റുപേട്ട എത്തിയപ്പോഴത്തേക്കും പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ അപ്പൻ കേരളത്തിന് 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ കേന്ദ്രത്തിലും പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്നു കുറേ കാലം. അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിൽ വന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. അടുത്തൊരു കൗതുകകരമായ കാര്യം, ഈ എറണാകുളം, ചാലക്കുടി, ഇടുക്കി, കോട്ടയം ഈ 4 മണ്ഡലങ്ങൾ കടന്ന് പത്തനംതിട്ട മണ്ഡലത്തിലെത്തിയപ്പോൾ മാത്രമാണ് ഒരു NDA സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്റർ കാണാൻ പറ്റിയത്. എറണാകുളത്ത് NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കാണാൻ പറ്റിയില്ല. ചാലക്കുടിയിൽ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കണ്ടില്ല. ഇടുക്കിയിൽ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കണ്ടില്ല. കോട്ടയത്തും കണ്ടില്ല. ഈ 4 മണ്ഡലങ്ങളിലും UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ 5ാമത്തെ മണ്ഡലത്തിലെത്തിയപ്പോൾ മാത്രമാണ് NDA സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്റർ കാണാൻ പറ്റിയത്. അപ്പോൾ അതും വളരെ കൗതുകകരമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഈരാറ്റുപേട്ട, അവിടെ എൻ്റെ പഴയ സ്കൂളിൽ പഠിച്ച ചില കക്ഷി സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ ഇപ്രാവശ്യം ആരാ ജയിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, AK ആൻ്റണി വന്നാൽ തീർച്ചയായിട്ടും മകൻ ജയിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ തീർച്ചയായിട്ടും മകൻ ജയിക്കാൻ അപ്പന് ആഗ്രഹം ഉണ്ടാകുമല്ലോ. കാരണം എറണാകുളത്ത് UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അപ്പൻ സ്ഥാനാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞ് മകൻ സ്ഥാനാർത്ഥിയായി. കോട്ടയത്ത് അനുജ സ്ഥാനാർത്ഥിയായിരുന്നു. അനുജൻ മരിച്ചപ്പോൾ ചേട്ടൻ സ്ഥാനാർത്ഥിയായി. അതുപോലെ അവിടുത്തെ പാർട്ടിയുടെ തന്നെ ചെയർമാൻ, അപ്പൻ ചെയർമാനായിരുന്നു, മകൻ ചെയർമാനായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യമാണുള്ളൂ. അപ്പോൾ ഈ പത്തനംതിട്ട മണ്ഡലം ഉൾക്കൊള്ളുന്ന ഈരാറ്റുപേട്ടയിലും NDA സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അപ്പൻ വരും. കാരണം അവിടുത്തെ ആളുകൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് AK ആൻ്റണി വരും പ്രചരണത്തിന് എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെയുള്ള പലരും. അപ്പോൾ AK ആൻ്റണി വരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ വോട്ടർമാർ. ഇനി AK ആൻ്റണി വന്നാൽ തീർച്ചയായിട്ടും NDA ജയിക്കും എന്നുമാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. AK ആൻ്റണി വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.